ഹായ്, നമ്മളിന്ന് കുറച്ച് മല്ലി മുളകൊക്കെ നോമ്പിനുള്ളതുണ്ട് കേട്ടോ. അതൊന്ന് പൊടിപ്പിക്കാനും പിന്നെ മല്ലി മുളക് ഗോതമ്പ് അരി ഇതൊക്കെ നോമ്പിനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് മില്ലിക്ക് പോവുകയാണ്. പിന്നെ വീടിൻ്റെ അവിടേക്കൊന്ന് പോകണം. വെയിലിങ്ങാരുണ്ട്, അവർക്കുള്ള ചായയും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ചായയും പഴംപൊരി ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അവർക്ക് അത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചെടിയൊക്കെ അവിടുന്ന് വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങി കൊടുന്ന് നാളെ ലീവാണ്, ഇന്നും ലീവാണ് ശരിക്ക്. അപ്പോൾ നാളെ അതൊന്ന് നട്ടുവിടണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളായിട്ട് പോവുകയാണ്. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്യണേ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾക്കൊന്ന് പോയാലോ? ഓക്കെ. ഹലോ, ഹായ്. നമ്മളിന്നേ കുറച്ച് അരി കഴുകി ഉണങ്ങാട്ട്, പച്ചരിയാണ് കേട്ടോ, കഴുകി ഉണങ്ങാടാനും കുറച്ച് ഗോതമ്പൊക്കെ ഒന്ന് ഉണങ്ങാടാണ്ടായിരുന്നു കേട്ടോ. നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. നിങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ പാക്കറ്റ് വാങ്ങുമോ അതോ പൊടിച്ചെടുക്കാറാണോ? ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. വല്ലപ്പോഴും പാക്കറ്റൊക്കെ വാങ്ങാറുള്ളൂ. അങ്ങനെ വാങ്ങിയിട്ട് കഴുകി ഉണക്കും, എന്നിട്ട് പൊടിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ റേഷൻ കടയിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ എനിക്കൊരു ഓർമ്മ വന്നത് എന്താ വെച്ചാൽ, ഉമ്മ ഉണ്ടാവുമ്പോൾ ഉമ്മയാണ് ഈ പണിയൊക്കെ ചെയ്തിരുന്നത്. ഉമ്മക്കാണ് ഇതൊക്കെ ചേറിപ്പെറുക്കാനൊക്കെ, അതിലുള്ള കല്ലും ഇതൊക്കെ ചേറി കൊഴിച്ചെടുക്കുക എന്ന് പറയും. നിങ്ങളങ്ങനെ തന്നെയല്ലേ പറയാം? ഇവിടെ അങ്ങനെ പറയാം കേട്ടോ. എനിക്ക് അതറിയില്ല. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ ഗോതമ്പ് വെള്ളത്തിലിട്ട് നല്ല കഴുകുമ്പോൾ മുകളിലേക്ക് വരും അതിൻ്റെ നെല്ലും കാര്യങ്ങളും ഒക്കെ. അതങ്ങനെ ഒഴിവാക്കി കളയും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം കഴുകും. പിന്നെ ലാസ്റ്റ് വരുന്ന മുകളിലുള്ള ഇങ്ങനെ വാരി എടുത്തിട്ട് ലാസ്റ്റുള്ള കല്ലോ ഇതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കഴുകി അരിച്ചെടുക്കും. പക്ഷേ കറക്റ്റായിട്ട് കിട്ടുമൊന്നുമില്ല കേട്ടോ, കുറേ പോകും. അപ്പോൾ ഉമ്മയൊക്കെ ഉണ്ടാവുമ്പോൾ നല്ല സുഖമായിരുന്നു. ഉമ്മാക്ക് അങ്ങനെയുള്ള പണികളൊക്കെ ഉമ്മ ചെയ്യുമായിരുന്നു. അപ്പോളേ ഞാൻ ഇവിടെ ഇങ്ങനെ കയറിയപ്പോഴാണ് നിങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇത് കണ്ടോ, ഇതിവിടെ ഞങ്ങളെ ടെറസിൻ്റെ മുകളിൽ, ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ടെറസിൻ്റെ മുകളിൽ കയറിയാലുള്ള കേട്ടോ ചായത്തോട്ടമാണ് ഇവിടെ, ഇതിൻ്റെ ബാക്ക് ഭാഗം. പിന്നെ കണ്ടോ, ഇതാണ് കേട്ടോ, നല്ല വെയിലാണ്. ഒരു 4 മണി സമയമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, എന്തോരം വെയിലാണ് അറിയാം, ഭയങ്കര വെയിലാണ്. ഇത് കണ്ടോ, ടെറസിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല മലയാണ് കേട്ടോ, മലനിരകളാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെയുള്ള കാഴ്ചകളാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വെയിലുകൊണ്ട് ഭയങ്കര വെയിലാണ്. ഇത് ടാനടിക്കും. അല്ലെങ്കിലേ വെയിൽ കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും. ഞാൻ വീട് പണി നടക്കുന്നിടത്തേക്കുള്ള നടത്തം കൊണ്ട് നല്ല ടാനാണ് ഇപ്പോൾ മുഖത്തൊക്കെ. ഈ ഭാഗത്തൊക്കെ എസ്റ്റേറ്റാണ് കേട്ടോ. ആ ഭാഗത്ത് കാണുന്നത് മലയും. ഇത് കണ്ടോ, ഈ ഭാഗത്ത് എസ്റ്റേറ്റുകളാണ് ഈ കാണുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? അടുത്ത വീട്ടിലത്തെ സോളാറൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇത് കണ്ടോ മലകൾ, നല്ല ഭംഗിയാട്ടോ. വൈകുന്നേരങ്ങളിൽ സൂര്യനൊക്കെ വരുന്നത് കാണാനും രാവിലെ കാണാനും നല്ല ഭംഗിയാണ്. വൈകുന്നേരം ഇതിങ്ങനെ അസ്തമിച്ച് പോകുമ്പോൾ ചില സമയത്ത് നല്ല കളറിൽ ഇങ്ങനെ കാണും. ഇത് ചായത്തോട്ടാണ് ബാക്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീടിൻ്റെ മുകൾ വശം. അങ്ങനെ ഇത് ഉണങ്ങിയിട്ടുണ്ട് ഒരുവിധം. ഇതൊക്കെ ഒന്ന് എടുത്ത്, നാളെ ലീവായതുകൊണ്ട്, ശരിക്കും നാളെ ലീവല്ലേ, അപ്പോൾ നാളെ ഇതൊന്ന് പിടിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. മല്ലിയും മുളകൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ അതൊന്ന് വറുത്ത് റെഡിയാക്കണം. അപ്പോൾ ഓക്കെ. ഗോതമ്പും
മുളകും ഒക്കെ പൊടിച്ചു കേട്ടോ. മുളകിൽ നല്ല കാന്താരിയും കൂടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല എരിവും ഉണ്ടാവും. അതുപോലെ മല്ലിയിൽ എല്ലാം ചേർത്തിട്ടാണ്. വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, പിന്നെ ഉലുവ, കടുകൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ പൊടിച്ചൽ. നിങ്ങളൊക്കെ എങ്ങനെ? അങ്ങനെയൊക്കെ തന്നെയാണോ? എന്തെല്ലാം ചേർക്കലുണ്ട് മല്ലി പൊടിച്ചുമ്പോൾ? അതുപോലെ തന്നെ അരിയും ഒക്കെ നോമ്പിനുള്ളതാണ് കേട്ടോ. നോമ്പുകൾക്കുള്ള എല്ലാതും പൊടിക്കാനുള്ളതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, പൊടിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പണി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടിയൊക്കെ ഒന്ന് ചെയ്യണം.